ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലെ ടീമിലെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് സോങ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് സോങ് കഴിഞ്ഞ് അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് തിരുവാതിരയായിരുന്നു. പക്ഷേ തിരുവാതിരയുടെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇത് തിരുവാതിര കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇവൻ്റായ ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഗ്രൂപ്പ് ഡാൻസിൻ്റെ സോങ് സെലക്ഷൻ സൂപ്പർബായിരുന്നു. അതുകൊണ്ട് തന്നെ സോങ് എനിക്കിവിടെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഇതിൻ്റെ സ്റ്റെപ്പും ഒക്കെ ഭയങ്കര നൈസായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ കയറിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത്രയും നൈസായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഡാൻസിന് ശേഷം നമ്മുടെ ഹോൾ ടീമിനെ 4 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഓരോ ടീമിൽ നിന്നും 5 മെമ്പേഴ്സിനെ വെച്ചിട്ട് ഈ ഗെയിമിൽ വിളിച്ചു. ആദ്യത്തെ ടീം മെമ്പറിന് ഒരു ആൾ ഡാൻസ് സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു കൊടുക്കും. അത് സെക്കൻഡ് ആൾക്ക് ആൾ പാസ് ചെയ്യണം. അങ്ങനെ ഫൈനൽ ആൾ വരെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഫൈനലാളും ചിലപ്പോൾ ഫസ്റ്റ് ആളുടെ ഡാൻസ് സ്റ്റെപ്പും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു ചില ടീമുകളുടെയൊക്കെ. അതൊക്കെ നമ്മൾ ചിരിച്ചിരിച്ച് ചത്ത്. ഇത് ജസ്റ്റ് ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. അല്ലാതെ ഇത് ഗെയിമായിട്ട് അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഗെയിമിൻ്റെ സ്കോറായിട്ടൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവല് ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ നമുക്ക് കാണാമായിരുന്നു. കാരണം എല്ലാവരും അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് അന്നത്തെ പരിപാടി. ടീമിൻ്റെ വേറൊരു ഇവൻറ്റും ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള വേറൊരു ഇവൻ്റ് ഉണ്ടായിരുന്നില്ല. ഓണ സെലിബ്രേഷനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനും ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ടീം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ കമ്മിറ്റി ടീമായിരുന്നു. അത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതൊടലിൽ ഞങ്ങളുടെ ടീമിന് സെക്കൻഡ് റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടീ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സ്നാക്സും കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പം മേരി അടുത്ത ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് എക്സ്പ്രഷൻ വെച്ച് നമ്മളതിങ്ങനെ ഇളക്കി ഇളക്കി വായിൽ വീഴ്ത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്ന് പോയത് ജോർജി ആയിരുന്നു. പിന്നെ എല്ലാ ടീമിൽ നിന്നും അങ്ങനെ ഓരോരുത്തർ വന്നു. ജോർജി ഫസ്റ്റ് കുറേ ട്രൈ ചെയ്തു. പക്ഷേ ജോർജിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ജോർജി ഷുഗർ കട്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് വായിൽ വീണാലും ജോർജിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജോർജി ലാസ്റ്റ് ആയപ്പോൾ അത് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയേനെ, ഉറപ്പായിട്ട് ഞങ്ങൾക്ക് തന്നെയായിരുന്നു അതിൽ ഫസ്റ്റ്. അങ്ങനെ ജോർജിയുടെ പോയി. ജോർജി വേണ്ടാന്ന് വെച്ചുകൊണ്ട് ജോർജിയുടെ പോയി. പിന്നെ എല്ലാവരുടെയും അങ്ങനെ പോയി. ലാസ്റ്റ് അൻവിൻ മാത്രം. അൻവിൻ്റെ ആയപ്പോൾ ആരെങ്കിലും ബിസ്ക്കറ്റ് ഇല്ല. അപ്പോൾ എല്ലാ ടീം മെമ്പേഴ്സും അൻവിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു കേട്ടോ. അൻവിൻ പണ്ടേ എക്സ്പ്രഷന് പുലിയായതുകൊണ്ട് എല്ലാവർക്കും അറിയായിരുന്നു അൻവിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടില്ലായിരുന്നു. അങ്ങനെ അൻവിൻ കുറേ ട്രൈ ചെയ്തു. കുറേയെന്ന് വെച്ചാൽ കുറേ, അതിനൊരു 5-10 മിനിറ്റെങ്കിലും അൻവിൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് ചക്ക വീണ് മുകളിലിട്ടിട്ട് അൻവിന് ബിസ്ക്കറ്റ് കിട്ടിയതൊന്നും ആയിരുന്നില്ല. അൻവിൻ കുറേ നേരം. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അൻവിന് കിട്ടില്ല എന്ന് കേട്ടോ. പക്ഷേ അൻവിന് കിട്ടി. എല്ലാവരും അൻവിനെ ഇത് മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ അതേ ലാസ്റ്റ് അൻവിന് ബിസ്ക്കറ്റ് കിട്ടുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. എല്ലാ ടീമിൽ നിന്നും എല്ലാവരും അതായത് മെജോറിറ്റി ഒരു 90% ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാനൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായിട്ടോ. എനിക്ക് പിന്നെ ഗെയിമിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായി. അങ്ങനെ ഞങ്ങളുടെ ടീമിൽ നിന്നും കുറേ പേര് ഫൈനൽ വരെ എത്തിയായിരുന്നു. ജോർജിയൊക്കെ കുറേ റൗണ്ട് വരെ ഉണ്ടായിരുന്നു. പിന്നെ അതായത് ഞങ്ങളുടെ ടീമിൽ തന്നെ വീരിനാണ് ഫസ്റ്റ് കിട്ടിയത്. അതായത് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനും പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇറങ്ങി. ഞങ്ങൾക്ക് പ്രോഗ്രാം നടന്നത് കൊച്ചിൻ ജിംഖാനയിലായിരുന്നു, വൈറ്റില അടുത്ത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ലെമൺ സ്പൂൺ റൈസ് കണ്ടിട്ടുണ്ട്. പൂ സ്പൂൺ റൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്ലവർ സ്പൂൺ റൈസ് കണ്ടിട്ടുണ്ടോ? അതായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ബലൂൺ കാലിൽ കെട്ടിയിട്ട് മറ്റാളെ ബലൂൺ ചവിട്ടി പൊട്ടിക്കലായിരുന്നു. ഇത് തുഷാർ ജോർജിയുടെ ബലൂൺ പൊട്ടിക്കാൻ പരമാവധി നോക്കി, പക്ഷെ പൊട്ടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോർജിയുടെ ബലൂൺ സിദ്ധാർത്ഥ് വന്ന് പൊട്ടിച്ചു. ഞങ്ങളുടെ ടീമിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് ഇറങ്ങിയത് ജോർജിയും തേജസ്വിനിയും ആയിരുന്നു. തേജസ്വിനിയെ സമ്മതിക്കണം, സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് ഈ ഗെയിമിന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ. പിന്നെ ഫൈനൽ വരെ എത്തിയത് ഇവരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഗെയിം എന്ന് പറയുന്നത് വടംവലിയായിരുന്നു. വടംവലിക്ക് ഞങ്ങളുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇറങ്ങിയത് ഞാനായിരുന്നു. ഞാനും കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആൻ ഒക്കെ ആയിരുന്നു, ഡയോണൊക്കെ ആയിരുന്നു.
എൻ്റെയൊക്കെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ വടംവലിയിൽ ഞങ്ങൾ റെപ്രസെൻറ്റ് ചെയ്ത ടീം തോറ്റുപോയി. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറാൻ കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പാലട പായസം കുടിച്ചപ്പോൾ ആ ക്ഷീണം മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓവറോൾ ഓണം സെലിബ്രേഷൻ്റെ ഗെയിമുകളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യായിരുന്നു. ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. ഞങ്ങൾക്ക് ഫെറോഷറാണ് ഗിഫ്റ്റായി കിട്ടിയത്. പിന്നെ എല്ലാ ഗെയിമും കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും ജസ്റ്റ് സോങ്സ് ഇട്ട് ഡാൻസ് കളിക്കലായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. സീനിയേഴ്സും മാനേജേഴ്സും സ്റ്റാഫ്സും അങ്ങനെ എല്ലാവരും ഒരേ പുള്ളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തുഷാർ വരുന്നുണ്ട്. തുഷാർ എന്നിട്ട് പറയണം അവനെ ഈ വീഡിയോയിലെങ്കിലും കാണിക്കണം, കഴിഞ്ഞ വീഡിയോയിൽ പറ്റിച്ച പോലെ അവനെ ഈ വീഡിയോയിൽ കട്ട് ചെയ്ത് കളയരുത് എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 2025 ഓണം സെലിബ്രേഷൻ എൻഡ് ചെയ്യാണ്. ഇത്രയും നല്ലൊരു ഓണം സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്ത സോഷ്യൽ കമ്മിറ്റിക്ക് വീണ്ടും ഞാൻ താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. കീപ്പ് വാച്ചിങ്. ഓക്കെ, ബായ്.